ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഫ്രൈഡ് റൈസാണ്. എഗ് ഫ്രൈഡ് റൈസാണ്. ഏറ്റവും കുറഞ്ഞ ചേരുവകൾ വെച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസാണ് ഇന്ന് തയ്യാറാക്കുന്നത്. 5 മിനിറ്റ് മതി ഇത് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ ഇതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ആദ്യം വേണ്ടത് നമുക്ക് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയുള്ള അരി ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് നീളം കൂടിയ അരി വേണം എടുക്കാൻ. അതാണെങ്കിൽ അതിന് നമ്മുടെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോൾ കാണാനായിരുന്നാലും കഴിക്കാനായിരുന്നാലും അതൊരു ടേസ്റ്റൊക്കെ വരുള്ളൂ. കാണാൻ നല്ല ഭംഗിയായിരിക്കും നീളമുള്ള അരിയിലൊക്കെ തയ്യാറാക്കുമ്പോൾ. അതിനെ കുറച്ച് സമയം ഒന്ന് കുതിർത്ത് കുറച്ച് ഉപ്പ് ചേർത്തൊന്ന് വേവിച്ചെടുത്തതാണ്. വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഞാൻ കുറച്ച് നേരത്തെ വേവിച്ച് വെച്ചതാണ്. ഇത് നേരത്തെ വേവിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഒന്ന് തയ്യാറാക്കുന്നതാണ് നല്ലത്. അതിൻ്റെ ചൂട് കംപ്ലീറ്റും പോയതിന് ശേഷം ഫ്രൈഡ് റൈസ് തയ്യാറാക്കണം, അതാണ് ടേസ്റ്റ്. അങ്ങനെ ഞാനിപ്പോൾ 2 കപ്പ് അരി ഏതാണ്ട് ഒരു വേവിച്ചെടുത്തപ്പോൾ ഒരു 3-3.5 കപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അരിയിലോട്ട് ഞാൻ ഇനി നമുക്ക് അത് വേവിച്ചെടുത്ത ആ ചോറ് മാറ്റി വയ്ക്കുക. അതിലോട്ട് ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ ദാണ്ടെ ഒരു 3 മുട്ടയാണ് ഇതിന് വേണ്ടി ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ മുട്ട ഒരു ബൗളിലോട്ട് ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അളവ് ഞാൻ 2 ഗ്ലാസ് അരി, ഒരു ചെറിയ 2 ഗ്ലാസ് അരി ആയതുകൊണ്ടാണ് ഈ 3 മുട്ട എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ എടുത്ത അരിക്കുള്ളത് ഈ 3 മുട്ട തന്നെ മതിയാവും. മുട്ട കൂടുതലായ മുട്ടയുടെ ആ ഒരു മണം ഭയങ്കരമായിട്ട് മുന്നിൽ നിൽക്കും. അപ്പോൾ കണക്കിന് വേണം നമ്മളിത് ചേർക്കാൻ. ഞാനൊരു 3 മുട്ടയിലോട്ട് ദാണ്ടെ കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അടിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ വേവിച്ച് ഒന്ന് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ ചോറിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പമായിട്ടും നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസാണിത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. നല്ല ഒരു മുട്ടയുടെയൊക്കെ ആ ഒരു ഇതൊക്കെ ഒന്ന് മൊരിഞ്ഞൊക്കെ കിട്ടി നല്ല ചോറിലോട്ട് ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് തന്നെ നല്ലോണം മാറും. അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് വേഗം ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. അപ്പോൾ ഇതിനാണെങ്കിൽ ഞാൻ ഇവിടെ സോയാ സോസ് ഒന്നും ചേർക്കുന്നില്ല, സോസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഈ ഫ്രൈഡ് റൈസിന് നല്ലൊരു ടേസ്റ്റ് നമ്മുടെ ഇത്രയും സാധനങ്ങൾ തന്നെ മതി. പിന്നെ ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത വെളുത്തുള്ളി 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. ചെറുതായിട്ട് മൊരിഞ്ഞാലും കുഴപ്പമില്ല, അധികം മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് ക്യാപ്സിക്കം വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ ഇടാം. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും സാധനങ്ങൾ വെച്ച് ടേസ്റ്റി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ വെളുത്തുള്ളി ഒന്ന് ഏതാണ്ടൊക്കെ ഇതുപോലെ ആയിട്ടുണ്ട്, ഇത്രയും തന്നെ മതിയാകും. നമുക്കിനി ഈ സമയത്ത് അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് മൊരിഞ്ഞ് കിട്ടിയ സമയത്തിനാണ് നമുക്ക് ഇതുപോലെ നമ്മളിപ്പോൾ മുട്ട മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബസുമതി റൈസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതത്രയും നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ. 2 ഗ്ലാസ് അരിയൊക്കെ ഒന്ന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ 3 മുട്ടയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ തയ്യാറാക്കുന്ന ഇതുപോലത്തെ ഫ്രൈ പാനിലോട്ട് തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മൾ വേറെ ഏത് പാത്രത്തിലോട്ട് വെച്ചാലും ഇത് ഭയങ്കരമായിട്ട് മുട്ടി പിടിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ ചേർത്താൽ നമ്മുടെ ഫ്രൈഡ് റൈസിന് നല്ലൊരു ടേസ്റ്റാണ്. ആ ഉള്ളിയുടെ ആ ഒരു ഇലയില്ലേ, ഉള്ളിയുടെ ആ ഇല ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. മാക്സിമം നിങ്ങൾ സ്പ്രിംഗ് ഓണിയൻ കൂടെ ചേർക്കുക. നമ്മൾ പിന്നെ വേറെ സോസ് ഐറ്റം ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അത് 2-3 കളറിലത്തെ ഉണ്ടെന്ന് അതെല്ലാം ഒരു 2 ടേബിൾ സ്പൂൺ വെച്ചാണ് ചേർത്ത് കൊടുത്തത്. അതൊന്നും നിർബന്ധമില്ല. ഈ മുട്ട ഇതുപോലെ തന്നെ നമ്മുടെ വേവിച്ച് വെച്ച ചോറിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ സ്പ്രിംഗ് ഓണിയനും ഇത് ഇത്രയും മാത്രം മതി. ഉപ്പ്, കുരുമുളക് ഇത് ഇത്രയും ചേർത്താൽ തന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇനി ചെയ്യാനുള്ളത് നല്ലതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൊരിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് കൈയെടുക്കാതെ ഒന്ന് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കൂട്ടരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഏതാണ്ട് ആയി വരുന്നുണ്ട്. കുറച്ചുകൂടെ ആകാനുണ്ട്. നല്ലതുപോലെ ചോറൊന്ന് മൊരിഞ്ഞാൽ മാത്രമേ ഫ്രൈഡ് റൈസിന് ടേസ്റ്റ് വരുള്ളൂ. 1-2 ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. പിന്നെ ഇന്ന് കാണിക്കുന്ന ഈ ഫ്രൈഡ് റൈസ് വളരെ സിമ്പിളാണ്.
ഏറ്റവും ഇതിലും സിമ്പിളായിട്ട് നമുക്കിനി തയ്യാറാക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് തന്നെ മതിയാകും. അരി ഒന്ന് വേവിച്ച് വെച്ച് നല്ല തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാം. പിന്നെ ഈ ഫ്രൈഡ് റൈസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ഞാൻ നെയ്യ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നെയ്യും കൂടെ നമ്മുടെ ഈ എഗ് ഫ്രൈഡ് റൈസിലോട്ട് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും മണവുമാണ്. അപ്പോൾ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു കറികളും വേണ്ട, നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് കഴിക്കാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ മുട്ട നമ്മുടെ ഈ ചോറിലോട്ടൊക്കെ കിടന്ന് നല്ലതുപോലെ മൊരിഞ്ഞ്, അപ്പോൾ ഇതാ കണ്ടല്ലോ ഇപ്പോൾ തന്നെ നല്ല തുറന്നൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നല്ലതുപോലെ കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ചൊരു 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇടയ്ക്ക് ചേർത്ത് കൊടുത്തായിരുന്നു. ആ വീഡിയോ എന്തായാലും മിസ്സിങ് ആയിട്ടുണ്ട്. എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഞാനൊരു കാണാനൊരു ഭംഗിക്ക് കുറച്ചുകൂടി സ്പ്രിംഗ് ഒണിയൻ പച്ച കളറൊക്കെ ആയതുകൊണ്ട് അങ്ങ് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അതൊന്നും നിർബന്ധമില്ല. നമ്മൾ കഴിക്കുന്നതായതുകൊണ്ട് നമുക്ക് കുറച്ച് ടേസ്റ്റും വേണം. എല്ലാ സാധനങ്ങളും ചേർക്കാനൊന്നും പറ്റില്ല. നമ്മൾ വീട്ടിൽ എല്ലാം ഒന്നും കാണുകയില്ല. അപ്പോൾ ഈ ക്യാപ്സിക്കമൊക്കെ ചില സ്ഥലങ്ങളിൽ പോലും ഇല്ല. ഇതിപ്പോൾ ഞാൻ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ വാങ്ങിച്ചുകൊണ്ടൊന്ന് വെക്കുന്നത് കൊണ്ടാണ് എനിക്കിതൊക്കെ കാണുന്നത്. പിന്നെ ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു 2-3 എണ്ണമൊക്കെ വാങ്ങിച്ചാൽ അത് കുറേ നാൾ ഉപയോഗിക്കാനും പറ്റും. ഒന്ന് നല്ലതുപോലെ കവർ ചെയ്ത് വെച്ചാൽ മതിയാകും. അപ്പോൾ നമ്മുടെ ഈ ഫ്രൈഡ് റൈസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കിയിടുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.